യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് പ്രാരംഭമായി അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ പാസ്റ്റർ വായിക്കുന്നതായിരിക്കും. കൊലോസ്യസ് 2-ന്റെ 6-7 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. അവനിൽ വേരൂന്നി ആത്മീയ വർധനവ് പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ച് സ്തോത്രത്തിൽ കവിഞ്ഞു വരുന്നു. എവിടെ വേരൂന്നുണ്ട്? യേശു ക്രിസ്തുവിൽ വേരൂന്നി നൽകി തന്നിട്ടുള്ള ഉപദേശങ്ങളെ കൈക്കൊണ്ട് അതിൽ തന്നെ നിലനിന്ന് ബലത്തോടെ വിശ്വാസത്തിൽ മുന്നോട്ട് ചലിച്ചാൽ ആഴത്തിൽ വേരിറങ്ങി. ക്രിസ്തു എന്ന മർമ്മത്തിൽ, ക്രിസ്തു എന്ന മഹത്വത്തിൽ അതിന്റെ വസ്തുതകളിൽ ബലപ്പെട്ട് മുന്നോട്ട് ചലിക്കുന്നവനെ തോൽപ്പിക്കാൻ ഒരു ശക്തി കഴിയത്തില്ല. പഠിപ്പിച്ചത്, ലഭിച്ച അറിവുകൾ, ദൈവികമായ അരുളപ്പാടുകളെ, ഉപദേശങ്ങളെ തള്ളിക്കളയാതെ ജീവിക്കുക. ഹല്ലേലൂയ. 6-7 വായിച്ചു. അതിന്റെ 9-10 വായിച്ചാൽ അതേ അധ്യായത്തിന് 9-10 വാക്യങ്ങൾ. അവനിലല്ലോ, ആരിൽ? യേശു ക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന അരൂപിയായ ദൈവത്തിന്റെ സകല ശക്തിയും സകല സമ്പൂർണതയും എവിടെ കാണാൻ കഴിയുന്നു? ദേഹരൂപത്തിലുള്ള യേശു ക്രിസ്തുവിൽ കാണുന്നു. അല്ലെങ്കിൽ അരൂപിയായ ദൈവത്തിന്റെ ദേഹരൂപം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രിയപ്പെട്ട ശിഷ്യൻ ചോദിക്കുകയാണ്, എപ്പോഴും ഈ പിതാവിന്റെ കാര്യം പറയുന്നു, ഞങ്ങൾക്ക് ഈ പിതാവിനെ ഒന്ന് കാണിച്ചു തരാം. കർത്താവിന്റെ മറുപടി എന്തായിരുന്നു? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ നിനക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും പിതാവിനെ കാണിച്ചു തരാൻ? ഇത്രേ കാലം ഞാൻ നിന്റെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ? ആരാണ് ചോദിച്ചത്? ഫിലിപ്പോസ്. കേട്ടോ, നീ എന്നെ അറിയുന്നില്ലയോ എന്ന് പറയാൻ എൻ്റെ അർത്ഥം എന്താ? ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവത്തെ നീ മനസ്സിലാക്കിയില്ലയോ? അപ്പം യേശു കർത്താവിൽ പിതാവായ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. അപ്പൊ അവിടെയാണ് നമ്മൾ ഉറക്കേണ്ടത്. ആ വിഷയത്തിലാണ് ആഴത്തിൽ വേരൂന്നി വളരേണ്ടത്. ഹല്ലേലൂയ. മനസ്സിലാക്കുന്ന കർത്താവിനെ ശക്തി ശ്രദ്ധിച്ചാണ് വായിച്ചാൽ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവന്, നമ്മുടെ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ആ വാഴ്ചയും ആ അധികാരവും ആ ഭരണവും ആ സംവിധാനവും ആ പ്രസ്ഥാനവും ആ സംഘടനകളും അല്ലേ, അയ്യോ എന്തെല്ലാമായി കാണുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാ. ഭയപ്പെട്ടു പോകുന്നവരോട് ഞാൻ പറയാം, നീ ഭയക്കണ്ട. ഒറ്റ വാക്കുകൊണ്ട് സകലത്തിനും അടിസ്ഥാനമിട്ട സർവസമ്പൂർണതയുടെ ഉടമസ്ഥനായ, സർവ അധികാരത്തിന്റെ ഉടമസ്ഥനായ ദൈവത്തിന്റെ സർവസമ്പൂർണതയുമായ യേശു ക്രിസ്തുവിൽ നീ വേരൂന്നി ചലിക്കുക. ഹല്ലേലൂയ. വായിച്ച വാക്യം എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ എന്താണ്? പരിപൂർണരത്രേ. ഇവിടെയാണ് പെർഫെക്ഷൻ. ഇവിടെ കിട്ടുന്നുണ്ടോ? പരിപൂർണത നിങ്ങളുടെ അകത്ത് ആ പരിപൂർണതയുടെ സാന്നിധ്യം അനുഭവിച്ചറിയണമെങ്കിൽ നിങ്ങൾ ആരെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ തികവിൽ വളരണം? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ തികവിൽ വളരണം. അതാണ് സ്തോത്രം. ഒരു വ്യക്തി ആത്മീയമായി വളരുന്നില്ല. ശിശു കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയമാണ്. ജീവിതകാലം മുഴുവൻ പാല് കുടിച്ച് നീങ്ങുവാൻ വിധിക്കപ്പെട്ട ഒരവസ്ഥ. ഹല്ലേലൂയ.
സ്തോത്രം. വഴക്കം ചെന്ന് ഹല്ലേലൂയ ക്രിസ്തു എന്ന പരിജ്ഞാനത്തിന്റെ തികവിൽ മാച്യൂരിറ്റി പ്രാപിക്കാത്ത തലമുണ്ടാകും. കാരണം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കട്ടിയുള്ള ഉപദേശം വേണ്ട. കട്ടിയുള്ള ഉപദേശം യേശു വിടുവിക്കും, യേശു സൗഖ്യം തരും, യേശു സമ്പത്ത് നൽകും, യേശു ആരോഗ്യം തരും, അതുകൊണ്ട് മാത്രം പോകാം എന്ന് ചിന്തിക്കുന്ന ശൈശവദശ. അതിനപ്പുറത്ത് ഒരാത്മീയമായ ഒരു വളർച്ചയെ കൊതിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനാ ശൈലി പോലും മാറും. കുഞ്ഞുങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന വിഷയങ്ങളാണോ മച്ചുവറായിട്ടുള്ള ആൾക്കാർ ആവശ്യപ്പെടുന്നത്? അല്ല. ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞ് ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം കാണുമ്പോൾ അതെന്ത് ചെയ്യും? മധുരകരമായ എന്തെങ്കിലും ആഹാര പദാർത്ഥം ആരും തിന്ന് കാണുമ്പോൾ അത് കൊതി കാണിക്കും, അത് താല്പര്യം ചെയ്യും, അതിൻ്റെ പിതാവിനോടോ മാതാവിനോടോ അത് ഡിമാൻഡ് ചെയ്യും. പക്ഷേ അത് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ കരഞ്ഞെന്നിരിക്കും, നിലവിളിച്ചെന്നിരിക്കും. അപ്പം വീട്ടിൽ പ്രായമുള്ളവർ ചോദിക്കും, എന്നാ മോനെ, എന്നാ നിന്റെ കുഞ്ഞു കരയുന്നേ? നിന്റെ കാര്യത്തിനാണ്. അപ്പം പ്രായമുള്ളവർ എന്തോ പറയും, അയ്യോ ആ നിസ്സാര കാര്യത്തിനാണോ ഈ കിടന്ന് കരയുന്നത്? ഇപ്പൊ പനിയൊക്കെ ഉള്ള സമയമല്ലേ, ഇപ്പൊ ജലദോഷമുള്ള സമയമല്ലേ, ഇപ്പൊ ഈ ഐസ്ക്രീമൊക്കെ കൊടുത്താൽ അല്ലെങ്കിൽ തണുപ്പുള്ള സാധനം തിന്നാ കുഞ്ഞിന് പനി വരത്തില്ലേ? അതിനത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് ഡിമാൻഡ് ചെയ്യുക, എനിക്കിപ്പോ വേണം, എനിക്കിപ്പോ വേണം, ഡിമാൻഡ് ചെയ്യുക. കിട്ടിയില്ല എന്ത് ചെയ്യുക? ശൈശവദശയുടെ ലക്ഷണമാണ് ഞാൻ ഈ പറഞ്ഞത്. പക്വമായ തലത്തിലേക്ക് ചിന്തകൾ, കാഴ്ചപ്പാടുകൾ വളർന്നപ്പോൾ കുഞ്ഞ് ചിന്തിച്ചതുപോലല്ല ചിന്തിക്കുന്നത്. ആത്മീയ തലത്തിൽ വളർച്ചയുണ്ടാകുമ്പോൾ അവിടെ പ്രാർത്ഥനയുടെ ശൈലികളും രീതികളും തലകളും മാറുകയാണ്. ക്രിസ്തു എന്ന മർമ്മത്തിൽ നിറയുന്ന വിഷയങ്ങൾ, ആ മിസ്റ്റിക്കൽ റെവലേഷൻ, നിഗൂഢ രഹസ്യങ്ങളുടെ കലവറ, ആ കലവറ തുറക്കുവാൻ കൊതിയോടെ വാഞ്ചിക്കുന്ന ഒരു ഹൃദയം, മെച്യൂരിറ്റി ഉണ്ടാകുക, ആത്മീയമായ പക്വത ഉണ്ടാകുക. ഹല്ലേലൂയ. സർവത്തിന്റെ തലയായ ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനത്രേ. രാമീൻ പറഞ്ഞാട്ട് റോമൻസ് 12 അതിന് 17 മുതൽ 20 വരെ. റോമൻസ് 12 17 മുതൽ 20 വരെ വായിച്ചാട്ടെ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, കേട്ടോ, സകല മനുഷ്യരുടെ മുൻപിൽ യോഗ്യമായത് മുൻകരുതി സകല മനുഷ്യരോട് സമാധാനമായിരിപ്പി. എങ്ങനെ ഇരിക്കണ്ടേ? സകല മനുഷ്യരോടും. ചില പാടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പല പ്രാർത്ഥനാ വിഷയങ്ങളും തന്നെ ഇല്ലാതായി മാറും. ഹല്ലേലൂയ. എന്നാ സിസ്റ്റർ, എന്നാ ബ്രദറെ, ഇന്ന് ഇന്ന കൂട്ടായ്മയ്ക്ക് പോകാതെ ഇന്നടത്താന്നല്ലോ നിങ്ങൾ പ്രയർ പോകുന്നത്, എങ്ങോട്ട് പോവാ? അത് ഇന്നടത്തൊരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രോഫറ്റ് അല്ലെങ്കിൽ ഒരു ആധുനിക കാലഘട്ടത്തിന്റെ അഭിഷേകത്തെ നിറഞ്ഞ് ഇന്നാല് പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ. ആ വിഷയത്തിന് ആ ശത്രുവിനൊരു പണി കൊടുക്കണമെന്ന് ഇന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോവുക, കെട്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇവിടെ എന്താ പറഞ്ഞേ? ചെല്ലുണ്ടല്ലോ, ചില കൂട്ടായ്മയൊക്കെ ഇട്ടിട്ട് ചിലടത്ത് പോയി ഇരിക്കുന്നവരൊക്കെ ഇത് ഇന്റർനെറ്റ് മുഖാന്തരം ഒന്ന് കേൾക്കട്ടെ അല്ലെ? കെട്ടി പ്രാർത്ഥിക്കുക, ചിലതിനെ വേരോട് മറിച്ച് കളഞ്ഞ് പ്രാർത്ഥിക്കുക. ഇവിടെ എന്താ പറയുന്നേ? സകല മനുഷ്യരോട് സമാധാനമായി ജീവിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു വിശ്വാസത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ശത്രുക്കൾ ഉണ്ടാവും? കണ്ടന്റ് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് പൗലോസ് പറ, നീ കാണുന്നതൊന്നും അല്ല നിന്റെ ശത്രു. നിന്നെ തെറ്റിച്ചു കളയുന്ന, നിന്നെ തെറ്റായ പാതകളോട് നടത്തുന്ന, ആത്മമണ്ഡലത്തിൽ വ്യാപാരിക്കുന്ന ദുർശക്തികളുണ്ട്. അവയോടത്രേ നിനക്ക് പോരാട്ടമുള്ളത്. ആ വാഴ്ചകളോടും അധികാരങ്ങളോടും അത്രേ നിനക്ക് പോരാട്ടമുള്ളത്. ഹല്ലേലൂയ. അത് ചില വ്യക്തികളോടൊക്കെ വെളിപ്പെട്ടെന്നിരിക്കും. അപ്പൊ വ്യക്തികളോടല്ല, വ്യക്തികളെ വ്യാപരിക്കുന്ന ശക്തിയോടാണ് നമുക്ക് എതിർപ്പുള്ളത്. വ്യക്തികളെ തെറ്റിച്ചു കളയുന്ന, നമ്മളെ തന്നെ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ തെറ്റായ നിലപാടുകൾ കൊണ്ടിരുന്ന വിഷയങ്ങളോടത്രേ നമുക്ക് പോരാട്ടമുണ്ട്. അപ്പൊ സകലരോടും സമാധാനം ആയിരിക്കും. വാക്യം പൂർണ്ണമായോ? വാക്യം വായിച്ചു. പ്രിയമുള്ളവരെ, കേട്ടോ, എന്തോ അതിന്റെ അർത്ഥം കണ്ടനെ മനസ്സിലായോ? ഒരു വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയം ആരുടെ മുമ്പിൽ സമർപ്പിക്കാനാ പറയുന്നേ?
തമ്പുരാനെ മുമ്പിൽ സമർപ്പിക്കുക. എന്നിട്ട് നീ ഫ്രീ ആയിട്ട് നടക്കുക. നിന്റെ ഹൃദയത്തിൽ എന്തുണ്ടാ? പക വേണ്ട. അത് ഡീൽ ചെയ്യേണ്ടവൻ ഡീൽ ചെയ്തോളൂ. ഹല്ലേലൂയ. വായിച്ചു. ഞാൻ പ്രതികാരം ചെയ്യും. നിന്നെ തൊട്ടാൽ തമ്പുരാന്റെ നാമത്തിലായിരിക്കുന്ന നീ എവിടെയാ? വചനം പറഞ്ഞു, നീ എന്റെ കണ്ണിലെ കൃഷ്ണമണി. നിന്നെ തൊട്ടാ എന്നെ തൊടുന്നതിന് തുല്യമാണ്. പക്ഷെ ക്രിസ്തു എന്ന പരിജ്ഞാനത്തിന്റെ തെരുവിലോട്ട് വളർന്നു കഴിയുമ്പോൾ തൊടാനും ആരും വരത്തില്ല. അത് വേറെ വിഷയം. തൊട്ടവനെ ആര് ഡീൽ ചെയ്തോളും? ആര് ഡീൽ ചെയ്തോളും? അമ്പരാൻ ഡീൽ ചെയ്തോളും. വായിച്ചു. കർത്താവ് അരുളി ചെയ്യും. കേട്ടോ? ഹല്ലേലൂയ. അകാരണമായി നിന്നെ ഉപദ്രവിക്കുന്ന, നിന്നോട് പോരാടുന്ന വസ്തുതകളോട് നീ പ്രതികാരം ചെയ്യേണ്ട. നിശബ്ദമായിരിക്കുക. അതിനെ ആരുടെ മുമ്പിൽ സമർപ്പിക്കുക? സർവശക്തനായ, സർവവ്യാപിയായ, സർവത്തിന്റെ ആധാരമായ മഹാദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുക. സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണോ? പല രോഗങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നതിന് ഉള്ളിൽ കിടക്കുന്ന കോപവും ക്രോധവും പിണക്കവും അസ്വസ്ഥതകളും ഭയങ്കര ദേഷ്യവും കോപവും എല്ലാം ഇവിടെ കിടക്കുക. ഞാനിപ്പോ ഫ്രീ ആയി ഭാഷ, ഇപ്പൊ ഫ്രീ. എനിക്ക് അങ്ങനൊന്നും ഇല്ല. ഒന്ന് വഴക്കിട്ട് നോക്കട്ടെ, എന്തെങ്കിലും ഒരു ദേഷ്യം വരട്ടെ. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ഒക്കെ നടന്ന് എന്ത് ചെയ്യും? വിളിച്ചു പറയത്തില്ല. വിളിച്ചു പറയോ? പറയുന്നുണ്ട്. അപ്പൊ ക്ഷമിച്ചിട്ടില്ല, കർത്താവിനോട് കൊടുത്തിട്ടുമില്ല. കർത്താവിന് കൊടുത്തിട്ടൊരു വിഷയമാണെങ്കിൽ പിന്നെന്ത് ചെയ്യണ്ട? നീ അതിനെ സംബന്ധിച്ച് 1% പോലും ബോധപ്പെടേണ്ട കാര്യമില്ല. അത് ഡീൽ ചെയ്യാൻ അറിയാവുന്നവൻ ഡീൽ ചെയ്തോളൂ എന്നേ. ഹല്ലേലൂയ. വായിച്ച കേട്ടോ? അവന് തിന്നാൻ കൊടുക്കും. ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലായോ? നിന്നെ ഉപദ്രവിച്ചിട്ടും നിന്നെ ദ്രോഹിച്ചിട്ടും നിന്റെ ഭാഗത്തു നിന്ന് നല്ലത് തന്നെ അവരും ഉണ്ടാകും. അസഭ്യങ്ങൾ പറയും, മോശമായത് പറയുന്നു, അനാവശ്യമായ തലങ്ങളിലൊക്കെ നിന്നെ ട്രാപ്പിലാക്കുവാൻ, കുടുക്കിക്കളയുവാൻ വേണ്ടുന്ന ശ്രമങ്ങൾ സംഘടിതമായി നടക്കുന്നു. വേണമെങ്കിൽ വിചാരിച്ച സെക്കൻഡുകൾക്കുള്ളിൽ വേണമെങ്കിൽ അതിനെ ഡീൽ ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെയുള്ള സംവിധാനങ്ങളോടും വ്യക്തികളോടും ഒക്കെ ക്ഷമിച്ച് അവർക്ക് പിന്നെയും നല്ലത് ചെയ്തു കൊടുക്കുമ്പോൾ, പിന്നെയും അവരോട് മോശമായി പെരുമാറാതെ നല്ലത് ചെയ്തു കൊടുക്കുമ്പോൾ അതിൽ ദൈവത്തിന്റെ ക്രോധം ഇരട്ടി അവരുടെ ജീവിതത്തിൽ പിന്നെയും വെളിപ്പെടും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ നന്മ മനസ്സിലാക്കി, അയ്യോ ഞാൻ ചെയ്തത് തെറ്റാന്നല്ലോ, അവരോട് ഇത്രയൊക്കെ മോശമായിട്ട് ഇടപെട്ടിട്ടും അവരിൽ നിന്നും ഒരു തെറ്റായ നടപടിക്രമം എന്റെ നേരെ ഉണ്ടാകുന്നില്ലല്ലോ എന്നോർത്ത് ഒരു മാനസാന്തരം അവർക്കുണ്ടായാൽ, അതിനൊരു അവസരം അവർക്കുണ്ടായാൽ അവരുടെ ജീവിതത്തിൽ നന്മ വെളിപ്പെടും. പക്ഷേ ആ മാനസാന്തരം ഉണ്ടാകാതെ പിന്നെയും ദ്രോഹങ്ങൾ തന്നെയാണ് ചെയ്തതെങ്കിൽ, നീ നന്മ തന്നെ തിരിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? അവന്റെ തലയിൽ തീക്കനൽ കുമിക്കുമെന്ന വചനം പറയുന്നു. വാക്യം വായിച്ചു. 20 വാക്യം. ഓക്കെ, എബ്രായർ 13:6. എബ്രായർ 13:6 വായിച്ചു. ആകയാൽ കേട്ടോ, പറഞ്ഞ വിഷയങ്ങളെല്ലാം ഒരു സാരാംശമാണ്. ആരുണ്ടോ നിനക്ക്? എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഉയർന്നു വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ആരുണ്ട് നിനക്ക്? ആര് കൂടെ നിൽക്കും? ഒരു വയ്യായ്മയുടെ ഘട്ടത്തിൽ, ഒരനർത്ഥത്തിന്റെ ഘട്ടത്തിൽ, ഒരാപത്തിന്റെ ഘട്ടത്തിൽ ആരുണ്ട് നിനക്ക്? കർത്താവ് എനിക്ക് തുണയുണ്ട്. പറയാൻ പറ്റുമോ? ഒരുപാട് സ്വന്തവും ബന്ധവും ഒരുപാട് അടുപ്പങ്ങളുള്ളവർക്ക് ചില നിർണായക ഘട്ടങ്ങളിൽ ഒരുത്തം പോലും കാണത്തില്ല. എന്താ കാര്യം? ആ കൂടി പറ്റിപ്പിടിച്ച് നിന്നവരെല്ലാം ആ വ്യക്തിയുടെ സമ്പത്തിനെയും പദവി സ്ഥാനങ്ങളെ നോക്കി പറ്റിപ്പിടിച്ചത്. അത് ഇനിയും അതുകൊണ്ടൊരു ഗുണവുമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വരുമോ വഴി? എന്നാൽ നിനക്ക് ഒരു ഗുണവും ഇല്ലെങ്കിൽ, നിന്നെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെങ്കിലും നിന്നെ കൈവിടാത്ത ഒരുവരുണ്ട്. അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന സർവശക്തനായ കർത്താവ് എനിക്ക് തുണ.
ഞാൻ പേടിക്കുകയില്ല. ഇത് പറഞ്ഞു നെഞ്ഞത്തോട് കൈവച്ച് പറഞ്ഞു ഞാൻ പേടിക്കുകയില്ലെന്ന് പറഞ്ഞു. ഓ പറയുന്നില്ല ചില കയ്യില്ല നെഞ്ഞത്തോ. ആ ഒന്ന് കൈവച്ച് പറഞ്ഞു ഞാൻ പേടിക്കുകയില്ല. പേടിച്ചോണ്ട് പറയുന്നു കേട്ടോ. ഇങ്ങനെ പേടിച്ച് പറയുന്നത് പറയാം, ഹാപ്പി ആയിട്ട് പറയാം, അല്ലെ സന്തോഷത്തോട് പറയാം. അതൊക്കെ ഹൃദയത്തിൽ കിടക്കുന്ന എല്ലാം പോട്ടെന്നേ. അതിൽ കർത്താവ് എനിക്ക് തുണയുണ്ട്. ആരുമില്ലെന്നൊക്കെയുള്ള തോന്നല് മാറട്ടെ. എന്റെ കർത്താവ് എനിക്ക് തുണയുണ്ടെന്നേ. ഹല്ലേലൂയ. ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വിഷയമാണ് എനിക്ക് ആരുമില്ലെന്നൊരു തോന്നലുണ്ടായി. എല്ലാവർക്കും വേണ്ടി ഓടുന്ന എനിക്കൊരു വിഷയം വരുമ്പോൾ എന്റെ വിഷയങ്ങൾ അറിയാൻ ആരുമില്ലോ എന്ന് പലപ്പോഴും പലരും ചിന്തിച്ചിട്ടുണ്ട്. പലരും ഞാൻ കേട്ടിട്ടുണ്ട്. നിന്നെ കേൾക്കുന്ന ഒരുവനുണ്ട്, നിന്നെ അറിയുന്ന ഒരുവനുണ്ട്, നിന്റെ കണ്ണുനീർ അറിയുന്നു, നിന്റെ വേദനകളെ അറിയുന്നു, നിന്റെ സങ്കടങ്ങളെ അറിയുന്ന ഒരുവനുണ്ടെന്നേ. ഹല്ലേലൂയ. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് എങ്ങനെ പറയുന്ന പേടിച്ചോട്ട് നെഞ്ചു ദൈവക്കാണ്. ധൈര്യത്തോട് പറയാം. എങ്ങനെ പറയുന്നത്? നല്ല ധൈര്യത്തോട് വേണം പറയാൻ. ഒരു ശക്തിക്ക് എന്നെ തകർക്കാൻ കഴിയില്ല, ഒരു ശക്തിക്ക് എന്നെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. മനസ്സിലാകുന്നുണ്ടോ? പ്രിയട്ടിന് മാത്രം ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. അതുപോലെ തന്നെ തലമുറയൊക്കെ ഞാൻ പണിയുന്നുണ്ട്, വെച്ചിട്ടുണ്ട്, ഇതിന്റെ തലമുറക്ക് വെച്ചിട്ടുണ്ട്. ഒരാഭിചാരോ ഒരു ദുഷ്ടശക്തിയോ ഒരു പദ്ധതിയും നിന്റെ തലമുറയുടെ മേൽ അടിക്കത്തില്ലെന്ന് കാക്കുന്നവൻ സർവശക്തനായ കർത്താവത്രേ. ആ ബോധ്യമുള്ളവർ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട്. എന്റെ ദൈവം എനിക്ക് അനുകൂലമത്രേ. ഞാൻ പേടിക്കുകയും ഞാൻ ഭയപ്പെടുകയും മനുഷ്യനോട് ഒന്നും ചെയ്യുവാൻ കഴിയയില്ല. ധൈര്യത്തോടെ നമുക്ക് പറയാം. ഫിലിപ്പിയൻസ് 4:13. കേട്ടോ, ഫിലിപ്പിയൻസ് 4:13. ഒരുമാനപ്പെട്ട വ്യക്തികൾക്കൊക്കെ അല്ലെങ്കിൽ വചനം പഠിച്ചിട്ടുള്ളവർക്കൊക്കെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കാണാൻ അറിയാവുന്ന ഒരു വാക്യം. സൺഡേ സ്കൂളിലൊക്കെ അത് പറയും, കുഞ്ഞുങ്ങൾ പഠിക്കാൻ പറയില്ലേ? എന്താ പറയുന്നത്? എന്നെ ഒന്ന് ചിത്രം കൈവച്ച് പറഞ്ഞു. എന്നെ വായിക്കുന്ന ആൾ വായിച്ചു, ബാക്കിയുള്ളവർ മാത്രം കൈവച്ചത് വായിച്ചു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും എന്താ മതിയാവെന്ന് പറഞ്ഞ I can do all things through Jesus Christ. യേശു ക്രിസ്തുവിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. ഒരു പണി വെച്ചിട്ടുണ്ട്. നമുക്ക് പുള്ളിക്കൊട്ടൊരു പണി പണിയണം. ഒരു പണി നടക്കത്തില്ല കേട്ടോ. എത്ര സംഘടിത സംവിധാനങ്ങൾ നിനക്കെതിരെ എഴുന്നേറ്റ് വന്നാൽ, എത്ര സംവിധാനങ്ങൾ, എത്ര ആഭിചാരങ്ങൾ നിനക്കെതിരെ ഉയർന്നു വന്നാലും, നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ കണ്ണാ തന്നെ കാണും കേട്ടോ. പണി വരുന്നത് കാണും. ഒരു പണിയും അടിക്കത്തില്ലെന്നേ. ആരെങ്കിലും ചില ഗ്യാരണ്ടികൾ ചിലർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്യാരണ്ടികളൊക്കെ തെറ്റുവന്നേ. കാരണം വചനം പറയുന്നു, ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. ആദ്യ വഴിക്ക് നീ പട്ടുപോകുമെന്ന് നിന്നെ ചൊല്ലി വാദിക്കുന്നവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അത് കേട്ട് നീ പേടിക്കണ്ട, അത് കേട്ട് നീ തലകുനിക്കണ്ട, അത് കേട്ട് നീ നെഞ്ചത്തടിച്ച് കരയണ്ട. നിന്നെ ശക്തീകരിക്കുന്ന ഒരുവനുണ്ട്. എന്നെ ശക്തീകരിക്കുന്ന മുഖാന്തരം എന്റെ ജീവിതത്തിൽ സകലതും സാധ്യം. അസാധ്യമായിട്ടൊന്നും തന്നെ എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ പേടിക്കുകയില്ല. എനിക്ക് സകലതും സാധ്യം. പ്രാർത്ഥിക്കും. അരുമനാഥ, പ്രിയ പിതാവേ, കർത്താവേ, എന്നെ കൊണ്ട് ഇനി ഒന്നും പറ്റുകയില്ലെന്ന്, ഞാൻ തോറ്റുപോയി, ഞാൻ പരാജിതനായി എന്ന് ആവർത്തിച്ച് പറയുന്ന ചിലരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈ വചന മുഖാന്തരം ഉണ്ടാകാൻ പോവുകയാണ്. ഇന്റർനെറ്റ് മുഖാന്തരം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് അതിശക്തമായി തുളച്ചെല്ലുന്ന വചനത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ ചിലത് ചെയ്തെടുക്കട്ടെ. എന്നെ കൊണ്ട് കഴിയും. ഞാൻ തോറ്റുപോയ മണ്ഡലത്തിൽ എന്റെ ദൈവനെ ഉയർത്തും. ഹല്ലേലൂയ. പരിഹാസപാത്രമായി നിൽക്കുവാൻ എന്റെ ദൈവം
എൻ്റെ ജീവിതത്തിൽ ഇടം നൽകുകയില്ല. ഉയർച്ച തന്നെ, ആത്മീയവും ഭൗതികവുമായ ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു മുഖാന്തരം ഞാൻ കൽപ്പിക്കുകയാണ്. സ്വർഗത്തിന്റെ കരം ചലിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് ടൈം മിനിസ്റ്റർ ദ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, എന്നെ കൊണ്ട് പറ്റത്തില്ല, നടക്കത്തില്ല എന്നുള്ള വാക്കുകളൊക്കെ ഇന്നുകൊണ്ട് അവസാനിപ്പിച്ചു. എന്നെ കൊണ്ട് കഴിയും, ഐക്യാൻ, എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ കൂടെ എൻ്റെ ദൈവം. അവർ ബോധ്യം നിങ്ങളുടെ അകത്ത് പകരുവാൻ ഇന്നത്തെ വചനം ഇടയാക്കിയ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.